നമസ്കാരം, ക്ലബ് FM സ്റ്റാർ ജാമിലേക്ക് സ്വാഗതം. സാധാരണഗതിയിൽ ഒരു ഇന്റർവ്യൂ എങ്ങനെ സംഭവിക്കാന്നുള്ളത് ഞാൻ ആദ്യം ഒരു ക്ലൂ തരാം. ഹോസ്റ്റാണ് ഏറ്റവും കൂടുതൽ പ്രിപ്പയർ ചെയ്യുക, ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിക്കുക, ഒരാളെ കുറിച്ചുള്ള മാക്സിമം എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെ അറിഞ്ഞിരിക്കണം. പക്ഷേ ഇന്നിപ്പോ ക്ലബ് FM സ്റ്റാർ ജാമിലെ എന്റെ ഗസ്റ്റ് എന്തൊക്കെ കാര്യങ്ങൾ പറയരുത്, എന്തൊക്കെ കാര്യങ്ങൾ പറയണം എന്നുള്ളതിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു കോച്ചിങ് ക്ലാസ് കഴിഞ്ഞിട്ടാണ് എന്റെ മുന്നിൽ വന്നിരിക്കുന്നത്. ആളുടെ പേര് ആദ്യം പറയാം, എന്നിട്ട് ബാക്കി ഡീറ്റെയിൽസ് പറയാം. ഇവിടെ ഞാൻ എന്റെ ശാലിനി, എന്റെ കൂടെ ഐശ്വര്യലക്ഷ്മി. അയ്യോ, തെറ്റിപ്പോയി, ഒന്നും കൂടെ പറയേ. ഐശ്വര്യലക്ഷ്മി. ഐശ്വര്യ ലക്ഷ്മി എന്തൊക്കെ പഠിച്ചിട്ടാ വന്നതെന്നുള്ള കാര്യം പറയാട്ടോ. പക്ഷെ അതിന് മുന്നേ ആളെ ഡീറ്റെയിൽഡ് ആയിട്ട് പരിചയപ്പെടുത്തുകയാണെങ്കിൽ, ബിഗ് സ്ക്രീനിൽ നമ്മൾ കാണുന്നത് ഞണ്ടുകളുടെ നാട്ടിൽ ഒരിടവേള എന്ന് പറഞ്ഞ സിനിമയിലാണ്. ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന മായാനദി എന്ന് പറഞ്ഞ ചിത്രത്തിലെ അപ്പുവായിട്ട്. ഐശ്വര്യ, വെൽക്കം ടു സ്റ്റാർ ജാം. താങ്ക് യു ശാലിനി. പറഞ്ഞ് എന്തൊക്കെ പഠിച്ചിട്ടാ വന്നിരിക്കുന്നത്, ആരൊക്കെ എന്തൊക്കെ കോച്ചിങ് ക്ലാസ്? അയ്യോ അങ്ങനെയൊന്നുമില്ല, മണ്ടത്തരങ്ങളൊന്നും പോയി പറയരുത് എന്ന് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, സ്റ്റെഫി സേവിയർ. ദയവ് ചെയ്ത് അവിടെ പോയി മണ്ടത്തരങ്ങളൊന്നും പറയരുത് എന്ന് പറഞ്ഞിട്ടാണ് വിട്ടിരിക്കുന്നത്. അത്ര പല ജാതി ചോദ്യം ചോദിക്കും, നമ്മുടെ ട്രാഫിലാക്കാനുള്ള ചോദ്യം ചോദിക്കും, ചിന്തിച്ചിട്ട് ഓരോന്നിനും ഉത്തരം പറയാം അല്ലേ? അപ്പൊ പ്രിപ്പയർഡ് ആയിട്ടാണോ വന്നേക്കണേ? അല്ല, ഞണ്ടുകളുടെ നാട്ടിൽ ഒരു ഇടവേള എന്ന് പറഞ്ഞ സിനിമയിൽ നിവിന്റെ നായികയായിട്ട് വന്നു. ഇപ്പൊ മായാനദിയില് ടോവിനോ ഉണ്ട്. എങ്ങനെയാ ഈ ഒരു ജേർണി? ഞണ്ടുകളുടെ നാട്ടിലൊരു ഇടവേള ഞങ്ങളുടെ ഷൂട്ട് കഴിഞ്ഞു, അപ്പൊ മൊത്തത്തിൽ ഫ്രീ ആയി. പിന്നെ വാട്ട് നെക്സ്റ്റ് എന്ന് പറഞ്ഞൊരു ചോദ്യം വരുമല്ലോ. എനിക്ക് ആ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, സെക്കൻഡ് മൂവി എനിക്ക് ചെയ്യണം, വെയിറ്റ് ചെയ്യരുത്, എത്രയും പെട്ടെന്ന് കിട്ടണേ ദൈവമേ, അങ്ങനെയൊക്കെയായിരുന്നു. അപ്പൊ ആ സമയത്താണ് ഞാൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ആണ് ആഷിഖ് സാറിന്റെ അടുത്ത സിനിമയിലേക്ക് നായികയെ തേടുന്നു എന്ന് പറഞ്ഞു. അപ്പൊ തന്നെ മോനെ മനസ്സിൽ ലഡ് പൊട്ടി അവസ്ഥയായിരുന്നു. പിന്നെ ഞാൻ ഫോട്ടോ അയച്ചു കൊടുത്തു. മീറ്റിംഗ് ഉണ്ടെന്നാ പറഞ്ഞു എൻ്റെ അടുത്ത്. അവിടെ ചെന്നപ്പോ മീറ്റിംഗ് അല്ലായിരുന്നു, ഓഡിഷൻ ആയിരുന്നു. ഫുൾ ഫ്ലെഡ്ജ്ഡ് ഓഡിഷൻ സംഭവമാണ്. സീക്വൻസ് ഇങ്ങനെയായിരുന്നു. കോളേജിൽ നമ്മുടെ ഒരു അടിപൊളി സീനിയർ, ഡാൻസ് പെർഫോമൻസും സ്പീച്ചും ഒരു രക്ഷയില്ലാത്ത നമ്മുടെ സീനിയർ ബോയ്സ് ഒക്കെ ഉണ്ടാവല്ലോ, അങ്ങനത്തെ ഒരു അങ്ങനത്തെ ഒരു സീനിയർ ചേട്ടൻ ഒരു ഡാൻസ് പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞിട്ട് അവിടെ നിൽക്കുമ്പോൾ ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും പോയി പുള്ളിനോട് സംസാരിക്കുകയാണ്. ചേട്ടാ ഡാൻസ് ഒക്കെ കൊള്ളായിരുന്നു, അങ്ങനെ ഒരു രീതിയിൽ. എന്നിട്ട് ഞാൻ വളരെ നൈസായി എൻ്റെ ഫ്രണ്ടിനെ ഒഴിവാക്കണം. ആ സംസാരത്തിൽ അവർക്ക് മനസ്സിലാവണം, ആ ചേട്ടന് മനസ്സിലാവണം എനിക്ക് ഇഷ്ടമാണ് കേട്ടോ, ലൈൻ വലിക്കാൻ ഞാൻ നോക്കുന്നുണ്ട് കേട്ടോ ആ സാധനം. അങ്ങനെ അതായിരുന്നു സീക്വൻസ്. എനിക്ക് ഉറപ്പായിരുന്നു അത് കഴിഞ്ഞപ്പോ എന്നെ അവർ വിളിക്കത്തില്ല, അത്ര പൂറായിരുന്നു എന്ന് ഞാൻ വിചാരിച്ചേ. പക്ഷെ അത് കഴിഞ്ഞ് ഞാൻ നേരെ ബോംബെയിൽ ഒരു ആക്ടിങ് കോഴ്സിന് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഏപ്രിൽ പകുതിയോടുകൂടി ഇവർ എന്നെ സെക്കൻഡ് റൗണ്ട് ഓഡിഷന് വേണ്ടി വിളിക്കുകയാണ്. ഞാനിങ്ങനെ എന്നെയോ തന്നെയോ തെറ്റിപ്പോയതാണോ? ആദ്യത്തെ സിനിമയിലെ നിവിൻ, രണ്ടാമത്തെ ടോവിനോ, ആരായിരുന്നു കൂടുതൽ കംഫർട്ടബിൾ? രണ്ടുപേരും അടിപൊളി. ഇതിലാരാ കൂടുതൽ കുറുമ്പുള്ള ആളാരാ? നിവിൻ. ശരിക്കും ടോവിനോന്റെ പേര് പറയുന്നത്. നിവിൻ കുറച്ചും കൂടെ ഷൈ ആണ്, പക്ഷെ ഇങ്ങനെ തമാശകളൊക്കെ പറഞ്ഞ് ഒറ്റയ്ക്കിരുന്ന് ചിരിക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട് പുള്ളിക്ക്. അല്ല, ആ രീതിയിൽ ഇച്ചിരി കുറുമ്പ് കൂടുതലാണ്. ഈ പറയുന്ന ഫ്രണ്ട്സ് ആരെ കുറിച്ച് കൂടുതൽ ചോദിച്ച ഐശ്വര്യ അടുത്ത്? നിവിനെ കുറിച്ചാണോ ടോവിനോനെ കുറിച്ചാണോ? രണ്ടുപേരെ കുറിച്ചും ചോദിച്ചു. രണ്ടിന്റെ സമയത്ത് നിവിനെ പറ്റിയിട്ടും ഈ സമയത്ത് ടോവിനോനെ പറ്റിയിട്ടും. സത്യമായിട്ട് ഞാൻ ഡിപ്ലോമാറ്റിക് ആവുന്നതല്ല, കേട്ടാലും വിശ്വസിക്കും, കുഴപ്പമില്ല. നിവിനെ പറ്റി ചോദിച്ച ഒരു ഡൗട്ട് എന്താ ഫ്രണ്ട്സ് കോമൺ ആയിട്ട്? നിവിൻ ഈ ഷോർട്ടിന് മുന്നേ ഭയങ്കരമായിട്ട് ചിരിക്കുന്ന പറയുന്ന സത്യമാണോ എന്ന് ചോദിക്കാറുണ്ട്. സത്യമാണോ? അതായത് ചിരി തുടങ്ങിയാ നിർത്താൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് പുള്ളിക്ക്. ടോവിനെ കുറിച്ചോ? ടോവിനോ എങ്ങനെയുണ്ട്? സ്ക്രീനിൽ കണ്ട ഭംഗിയൊക്കെ നേരിട്ട് കാണാനുണ്ടോ? അത് ചോദിക്കാം. അയ്യോ അത് ചോദിക്കും. ഭയങ്കര ജിമ്മാണല്ലേ, അങ്ങനെയൊക്കെ ചോദിക്കും. ടോവിനോക്ക് കുറച്ച് ഗേൾസ് ഫാൻസ് ആയിട്ട് കുറച്ച് കൂടുതലുണ്ട് എന്റെ കോളേജിൽ എസ്പെഷ്യലി. ഇങ്ങനെ രണ്ടുപേരെ ഹാപ്പനിങ് ആയിട്ടുള്ള രണ്ട് ഹീറോസിന്റെ കൂടെ ചെയ്ത ഒരാൾ എന്നുള്ള നിലയ്ക്ക് ഐശ്വര്യയുടെ അടുത്ത് ആർക്കും കുശുമ്പൊന്നും തോന്നിയില്ലേ ഫ്രണ്ട്സിന്? നേരിട്ട് വന്നാരും പറഞ്ഞില്ല, സൈഡിൽ കൂടെ പറഞ്ഞിട്ടോന്ന് എനിക്ക് സംശയം. നല്ല തുമ്മലായിരുന്നു. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരിടയ്ക്ക് എനിക്ക് ഭയങ്കര തുമ്മലായിരുന്നു. ഫെസ്റ്റിവൽ സീസണിൽ മാത്രം കണ്ടുവരുന്ന ഒരു നായികയാണ് ഇന്ന് ക്ലബ് FM സ്റ്റാർ ജാമിന്റെ ഹോട്ട് സീറ്റിൽ. ഈ ഐഡിയ എനിക്ക് പറഞ്ഞു തന്നത് ഗസ്റ്റ് തന്നെയാണ് കേട്ടോ. അയ്യോ, ഞാൻ ആകെപ്പാടെ ഓണത്തിനും ഞണ്ടപ്പോ ഇറങ്ങി ഓണം, ഇത് ക്രിസ്മസ്, അത്രേ ഞാൻ ചെയ്തിട്ടുള്ളൂ, ഇത്രേ ഞാൻ പറഞ്ഞുള്ളൂ എന്നതാണ്. അപ്പൊ ഫെസ്റ്റിവൽ സീസണിൽ മാത്രം കണ്ടുവരുന്ന നായിക ഐശ്വര്യ ലക്ഷ്മിയാണ് ഇന്ന് ക്ലബ് FM സ്റ്റാർ ജാമിൽ നമ്മുടെ ഗസ്റ്റ്. കൂടെ ഞാനുണ്ട് ശാലിനി. ചോദിക്കട്ടെ, ഈ സിനിമയില് മായാനദിയില് ഐശ്വര്യ ഒരു മോഡലാണ്, ആസ്പയറിംഗ് ആക്ട്രസ് ആണ്. റിയൽ ലൈഫായിട്ട് നല്ല ബന്ധമുള്ള ക്യാരക്ടറാണോ? റിയൽ ലൈഫിൽ ഈ ഒരു കാര്യത്തിൽ ബന്ധം ഉണ്ടായിരുന്നു. ആസ്പയറിംഗ് ആക്ട്രസ് ആണ്, ഓഡിഷൻസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്, അങ്ങനെ ഒരു സംഭവത്തിൽ ബന്ധമുണ്ട്. പക്ഷെ അപ്പു എന്ന് പറഞ്ഞ ക്യാരക്ടർ ഒരുപാട് പാഷനേറ്റ് ആയിട്ട് ഈ ഒരു ഫീൽഡിനെ കാണുന്ന രീതിയിലാണ്. പക്ഷെ ഞാൻ അങ്ങനെയല്ലായിരുന്നു, കിട്ടിയാ കിട്ടി എന്നുള്ള രീതിയിലാണ് ഞാൻ ഓഡിഷൻ അറ്റൻഡ് ചെയ്തത്. അതെ, മോഡലിംഗിലേക്ക് വന്നതും ഓഡിഷൻസിലൂടെ തന്നെയാ? അല്ലല്ല, മോഡലിംഗ് അതും ഇതുപോലെ എന്താ, എൻ്റെ ഒരു ഫ്രണ്ട് ഫോട്ടോഗ്രാഫി
പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ എവിടെ പോയാലും പുള്ളി വേണം, പുള്ളിയുടെ ക്യാമറ വേണം. ക്യാമറ ഇല്ലാതെ പുള്ളിയെ നമുക്ക് വേണ്ട, അതായിരുന്നു അവസ്ഥ. അപ്പൊ ക്യാമറ കൊണ്ടുവരുമ്പോൾ ഗ്രൂപ്പ് ഫോട്ടോസ് ഒക്കെ എടുക്കുമ്പോഴത്തേക്ക് എനിക്ക് ഇതിലൊരു മാറ്റമുണ്ട് എന്ന് പറയാറുണ്ട്. ഫോട്ടോസിൽ തന്നെ കാണാൻ ഒരു ഇച്ചിരി വ്യത്യാസമുണ്ട്. അത് കാരണം പുള്ളി 2-3 പിക്ചേഴ്സ് എന്റെ എടുത്തു, ഇങ്ങനെ പോസ്റ്റ് ചെയ്യും, എനിക്കും ഒരു പോർട്ട്ഫോളിയോ ആവും എന്നുള്ള രീതിയിൽ. പക്ഷെ ആ പിക്ചേഴ്സ് പുള്ളി ഒരു വിമൻസ് മാഗസിൻ അയച്ചു, നമ്മുടെ കേരളത്തിലെ ഒരു വിമൻസ് മാഗസിൻ അയച്ചു. അവർ തന്നെ അവരുടെ ഫാഷൻ എഡിഷൻ വിളിച്ചായിരുന്നു. അത് കണ്ടു കഴിഞ്ഞിട്ട് എന്നെ ഒരു ജ്വല്ലറിയുടെ ഷൂട്ടിന് വിളിച്ചു. ആ ജ്വല്ലറിയുടെ ഷൂട്ട് കണ്ടിട്ട് വേറൊരു ടെക്സ്റ്റൈലിന്റെ ആഡിന് വിളിച്ചു. അപ്പൊ പഠിക്കായിരുന്നു. സെക്കൻഡ് ഇയർ ആയിരുന്നു. സെക്കൻഡ് ഇയർ ഓഫ് MBBS നമ്മൾ ഹണിമൂൺ പീരീഡ് എന്നാണ് വിളിക്കുന്നത്. അതെ, കുറെ കാലത്തേക്ക് എക്സാം ഇല്ല, 1.5 വർഷം കഴിഞ്ഞ എക്സാം ഉള്ളൂ. അപ്പൊ നമ്മൾ ടെക്സ്റ്റ് ബുക്ക് ഒന്നും കാണത്തും കൂടിയില്ല. ആ സമയത്താണ് ഞാൻ ഈ മോഡലിംഗ് പരിപാടി തുടങ്ങി. ഫ്രീ ടൈം ഉണ്ടായിരുന്നു അല്ലേ? അതെ, തീർച്ചയായും. ക്ലാസ്സിൽ കയറിയിട്ടേ ഇല്ല. അപ്പൊ ആദ്യത്തെ സിനിമയാണ് ഐശ്വര്യയുടെ ആദ്യത്തെ സിനിമയാണ്, ഡയറക്ടർ അൽത്താഫിന്റെ ആദ്യത്തെ സിനിമയാണ്. അതിൽ നിന്ന് മായാനദിയിലേക്ക് വന്നപ്പോ ആഷിഖ് അത്യാവശ്യം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡയറക്ടറാണ്. എന്താ വ്യത്യാസം തോന്നിയിരിക്കുന്നത് ഈ രണ്ടെണ്ണം കൂടി? അൽത്താഫ് എന്റെ ഭയങ്കര ഫ്രണ്ട് ആയിരുന്നു. പക്ഷെ മായാനദിയിലേക്ക് വന്നപ്പോ ആഷിഖ് സാർ ഫ്രണ്ട് അല്ല, ഒരുപാട് ഇങ്ങനെ ഹീസ് എ പേഴ്സൺ വി ലുക്ക് അപ് ടു. ഞാൻ എറണാകുളത്ത് വന്നപ്പോൾ ആദ്യം കണ്ട സിനിമ 22 ഫീമെയിൽ കോട്ടയാണ്. ആ സമയത്ത് റൂംമേറ്റ് എന്റെ അടുത്ത് പറഞ്ഞു, ഈ സിനിമ നിനക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും, നീ എന്തായാലും കണ്ടിരിക്കണം. വൺ ഓഫ് ദി ഏർലിയസ്റ്റ് കോളേജിൽ നിന്ന് ചാടിപ്പോകൽ സിനിമ കാണൽ സംഭവമായിരുന്നു 22 ഫീമെയിൽ കോട്ടയം. പിന്നെ എനിക്ക് ആ ഫ്രണ്ടിന്റെ തന്നെ അമ്മ 22 ഫീമെയിൽ കോട്ടയത്തിന്റെ 100 ഡേയ്സ് സെലിബ്രേഷൻ ഉണ്ടായിരുന്നു. അതിന് പോകാനായിട്ട് അമ്മയ്ക്ക് ഇൻവിറ്റേഷൻ കിട്ടി. അതിനും ഞാൻ പോയിട്ടുണ്ട്. അന്ന് ഫഹദിനെയും റിമേനെയും ആഷിഖ് സാറിനെയൊക്കെ കണ്ട് ഫോട്ടോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ അപ്പോഴൊന്നും വിചാരിക്കുന്നേ ഇല്ല, സിനിമയിൽ അഭിനയിക്കുന്ന വിചാരിക്കുന്നില്ല, നമ്മൾ അറിയുന്നില്ലല്ലോ. അപ്പൊ ഈ ഫോട്ടോസ് ഒക്കെ ഇപ്പൊ കാണുമ്പോ എന്റെ ദൈവമേ എന്നുള്ള സാധനമാണ്. ഭയങ്കര സർപ്രൈസിങ് അല്ലേ ലൈഫ് അങ്ങനെ നോക്കുമ്പോ? ശരിക്കും. കാരണം ആളൊരു ഡോക്ടറാണ് അല്ലെ, ഇപ്പൊ ഡോക്ടറായി. ഡോക്ടർ ലക്ഷ്മി അല്ലേ? എനിക്ക് അങ്ങനെ വെറുതെ വിളിക്കാനൊന്നും പറ്റില്ല, ഐശ്വര്യാന്നൊന്നും വിളിക്കാൻ പറ്റില്ല. അമ്മയുടെ ആഗ്രഹം കൊണ്ടാണ് ഡോക്ടർ ആയെന്ന് കേട്ടിട്ടുണ്ട്. എനിക്ക് കുഞ്ഞിലേ മുതൽ ഒരൊറ്റൊരു ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ, ഡോക്ടർ ആവുക എന്നുള്ളത്. ബാക്കിയൊന്നും റിയലൈസ് ചെയ്യാനോ അല്ലെങ്കിൽ വേറെ ഓപ്ഷൻസ് ഉണ്ട്, അങ്ങനെയൊന്നും ചിന്തിക്കേണ്ടി വന്നിട്ടില്ല. കാരണം എനിക്ക് ഡോക്ടർ ആവാൻ ഒരു ആഗ്രഹമുണ്ട്, വീട്ടുകാർക്കും ഭയങ്കര ആഗ്രഹമാണ്. ആൻഡ് ഓബ്വിയസ്ലി ഒറ്റ മോളാണ് ഞാൻ. വീട്ടുകാരെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, വീട്ടുകാർക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അവരുടെ ഇഷ്ടം നമ്മൾ നോക്കുമല്ലോ. അങ്ങനെ എൻട്രൻസ് എഴുതി. അയ്യോ ഒന്നും ചോദിക്കരുത്, ഞാൻ എൻട്രൻസ് എഴുതി ടീച്ചർ ഒന്നും ചോദിക്കല്ലേ. റിപ്പീറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. 2, 3 അയ്യോ ഇല്ല അത്രയും കഷ്ടപ്പെടേണ്ടി ഒന്നും വന്നിട്ടില്ല. എന്നിട്ട് എൻട്രൻസ് എഴുതി, ടാറ്റ ബൈ ബൈ, ഞാൻ പോകുന്നു. മൈക്ക് ഓഫ് ചെയ്തിട്ട് പറയാം. ശരി, സമ്മതിച്ചു. എന്നിട്ട് എൻട്രൻസ് കിട്ടി, കയറി കോളേജിൽ ആസ് യൂഷ്വൽ MBBS പഠനം ഭയങ്കര അടിപൊളിയായിരിക്കും എന്നൊക്കെ വിചാരിച്ചാണ്. പക്ഷെ നല്ല കഷ്ടപ്പാടാണ്. പഠിക്കാതെ എന്തായാലും ഫ്രീ ആയിട്ട് നടക്കാൻ പറ്റുന്ന കോഴ്സല്ല, അത് മനസ്സിലായി. അപ്പോഴാണോ എന്നാ പിന്നെ പതുക്കെ മോഡലിംഗ് ഒക്കെ നോക്കാം? ഇല്ല, അത് അങ്ങനെ മനസ്സിലായി എന്ന് വെച്ചാൽ നമ്മൾ നന്നാവണമെന്നില്ലല്ലോ. സത്യം. അപ്പൊ പഠിക്കുന്നുണ്ടായിരുന്നു, പക്ഷെ അതിന്റെ ഇടയിൽ ഒരു രസം അത്ര വിചാരിച്ചുള്ളൂ, മോഡലിംഗും ഈ ഫോട്ടോഷൂട്ടും അങ്ങനെയൊക്കെ. വെൽക്കം ബാക്ക് ടു ക്ലബ് FM സ്റ്റാർ ജാം. ഇവിടെ ഞാനുണ്ട് ശാലിനി. എന്റെ കൂടെ ഞാൻ ഐശ്വര്യ എന്ന് വിളിച്ചാ പോരെ? ഐഷു എന്ന് വിളിച്ചോ? ഐഷു. എനിക്കറിയാം, ഇൻസ്റ്റഗ്രാമിൽ ജീവിക്കുന്ന ഒരാളാണ് കേട്ടോ ക്ലബ് FM സ്റ്റാർ ജാമിൽ എന്റെ കൂടെ ഉള്ളത്. ഐഷു അങ്ങനെ തന്നെയല്ലേ ഇൻസ്റ്റാഗ്രാമിലും കൊടുത്തത്? ഐശ്വര്യ ലക്ഷ്മി. ഐഷു എന്നാണ് എല്ലാവരും വിളിക്കുക. ഐഷു എന്നാണ്. ഈ റൗണ്ടിന്റെ പേര് AK47 എന്നാണ്. ഓക്കെ, അത്രേ ഉള്ളൂ. ഇൻസ്റ്റഗ്രാമില് ഒരിക്കലും ആരും ഒഴിവാക്കാത്തൊരു സംഭവം ഉണ്ട്. എന്താണെന്നറിയോ? പൊതുവെ ഇൻസ്റ്റഗ്രാം യൂസ് ചെയ്യുന്ന ആൾക്കാർ ഹാഷ്ടാഗ്. വെരി ഗുഡ്. ഐശ്വര്യ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യാറുള്ള ഹാഷ്ടാഗ് എന്തൊക്കെയാ? നോർമൽ ഹാപ്പിനെസ്, ദെൻ മായാനദി. ഇപ്പോ ശരി, ഞാൻ ഐശ്വര്യക്ക് കുറച്ച് കൊളീഗ്സിന്റെ പേര് തരാം. കൊളീഗ്സ് മാത്രമല്ല, കുറച്ച് ആൾക്കാരുടെ പേര് തരാം. ഇവർക്കൊക്കെ എന്ത് ഹാഷ്ടാഗ് ഇട്ടാലാണ് സൂട്ടബിൾ ആവാറോ? 2 ഹാഷ്ടാഗ് കൊടുക്കണം. ഓ നൈസ്. സമ്മതിച്ചോ? സൗണ്ട്സ് ഇൻട്രസ്റ്റിംഗ്. പണിയും കിട്ടാൻ ചാൻസ് ഉണ്ട്. ഒരാൾക്ക് കൊടുത്ത ഹാഷ്ടാഗ് വേറെ ആൾക്ക് കൊടുക്കാൻ പറ്റില്ല കേട്ടോ. അതെങ്ങനെ? അതൊന്നും പറ്റില്ല. ശരി. യുവർ മദർ ബ്യൂട്ടിഫുൾ ആൻഡ് സ്ട്രിക്റ്റ്. യുവർ ഡാഡ് പാവം ആൻഡ് നൈസ്. നിവിൻ പോളി ഷൈ ഫണി. ശാന്തി കൃഷ്ണ അമേസിംഗ് ബ്രില്യന്റ് ആക്ടർ. ആഷിഖ് കപൂർ. അയ്യോ ഹാഷ്ടാഗ് അയ്യോ പറ്റുമോ? അയ്യോ അമേസിംഗ് ആൻഡ് എ ബിഗ് ഫാൻ. ഐ എം എ ബിഗ് ഫാൻ. ടൊവിനോ. ഹോട്ട് ആൻഡ് funny. Is he funny? Hot and funny can't go together. Seriously? He is funny. He's funny? Okay. ചളിയാണ്. ഫണ്ണി എന്നൊക്കെ പറഞ്ഞാൽ ആശ്വസിക്കാം. റിച്ചിയുടെ ഡയറക്ടറിലെ ഗൗതം രാമചന്ദ്രൻ is your good friend അല്ലേ? He's my best friend. Okay. So, Mr. Gautam Ramachandran? Intelligent, measured. Alright. Dulquer Salman? Charming and ഭയങ്കര gentleman. Fahad Fazil? Okay, എന്നാ ഹാഷ്ടാഗ് നസ്രിയ. And? Big brown eyes. That's it? 2 പറഞ്ഞ പോരെ? ചോദിച്ചാ വേറെ എന്തെങ്കിലും ഉണ്ടോന്ന്? ഒരു ഫ്ലോയില് പറഞ്ഞു പോയാലെന്ന് വിചാരിച്ചതാ. ഇനി ഞാൻ കുറച്ച് ഫോട്ടോസ് തരാൻ പോവാ കേട്ടോ. ഓക്കെ. ഈ ഫോട്ടോസ് എങ്ങനെയാ ഐശ്വര്യ ഇൻസ്റ്റാഗ്രാമിൽ ഹാഷ്ടാഗ് ചെയ്യാന്ന് പറഞ്ഞാൽ മതി. ദൈവം, ഇത് മൊത്തം ഇൻസ്റ്റാഗ്രാം ആണല്ലോ. എനിക്ക് ടെൻഷൻ വരുന്നു.
സാങ്കല്പികമാണ്. എവിടെ ഫോട്ടോ? അതാ പറഞ്ഞ സാങ്കല്പിക. ഞാൻ നറേറ്റ് ചെയ്ത് തരാം. ഞാൻ പറഞ്ഞുതരാം. ശരി. ഓക്കെ. നമ്പർ 1 ഫസ്റ്റ് പിക്ചർ ലാലേട്ടന്റെ മമ്മൂക്കയുടെ നടുക്ക് നിൽക്കുന്ന ഐശ്വര്യ. അതാണ് പിക്ചർ. ഹാഷ്ടാഗ് മോസ്റ്റ് ബ്ലെസ്ഡ് മൊമെന്റ് ഓഫ് മൈ ലൈഫ്. നമ്പർ 2 ഷാറൂഖ് ഖാൻ ഐശ്വര്യന്റെ അടുത്ത് ഇങ്ങനെ പൊക്കി നിൽക്കുന്ന ഒരു പിക്ചറാ. ഹാഷ്ടാഗ് ഫെയിന്റ്. മതിയില്ലേ ഫെയിന്റ്? പിന്നെ ഒരു ഹാഷ്ടാഗ് ഇടാൻ സമയമില്ല, തല ചുറ്റി വീണു. നമ്മുടെ പ്രധാനമന്ത്രിയുടെ കൂടെ സെൽഫി എടുക്കുന്ന ഐശ്വര്യ. ഹാഷ്ടാഗ് വിത്ത് ദ PM ഓഫ് ഇന്ത്യ. ഫുൾ ഒഫീഷ്യൽ ഹാഷ്ടാഗ് ആയിരിക്കും. ശരി. ഒരു പെരുമ്പാമ്പിനെ കഴുത്തിലിട്ട് നിൽക്കുന്ന ഐശ്വര്യ. ഹാഷ്ടാഗ് സ്വാഗ്. ഫിഫ്ത് പിക്ചർ ടോപ്പ് സൽമാൻ ഖാനും ഐശ്വര്യയും അടുത്തടുത്ത് ട്രെഡ്മില്ലിൽ ഓടുന്ന പിക്ചർ ജിമ്മിൽ. ഹാഷ്ടാഗ് ജിം ബഡീസ്. നമ്മള് വലിയ ഫ്രണ്ട്സ് ആണെന്ന് കാണിക്കണമല്ലോ. ശരി. 6th one സാക്ഷാൽ ആമിർ ഖാന്റെ ചെവിക്ക് പിടിച്ച് തിരിച്ചിട്ട് ചൂരലുമായിട്ട് നിൽക്കുന്ന ഐശ്വര്യ. ഇല്ലത്ത് ഇത് പതിവുള്ളതാ ഹാഷ്ടാഗ്. കുട്ടി നന്നാവാനല്ലേ അല്ലേ? ഒരു കയ്യില് സ്റ്റെതസ്കോപ്പ്, മറ്റേ കയ്യില് ഇഞ്ചക്ഷൻ എടുക്കാനുള്ള വലിയ സൂചിക്കായിട്ട് വെള്ളക്കോട്ടൊക്കെ ഇട്ട് ഭയങ്കര സീരിയസ് ആയിട്ട് നിൽക്കുന്ന ഡോക്ടർ ഐശ്വര്യയുടെ പിക്ചർ. ഹാഷ്ടാഗ് ഡോക്ടർ മോഡ് ഓൺ. സാക്ഷാൽ ഐശ്വര്യ റായുമായിട്ട് പഞ്ചഗുസ്തി നടത്തുന്ന ഐശ്വര്യ ലക്ഷ്മി. സത്യം പറഞ്ഞാൽ അവിടെ ഹാഷ്ടാഗ് ഇടാനൊന്നും പറ്റില്ല, പഞ്ചഗുസ്തി ഒന്നും നടക്കില്ല. ഞാൻ ഐശ്വര്യ റായിനെ വായി നോക്കി ഇരിക്കലേ ഉണ്ടാവുള്ളൂ. കോമ്പറ്റീഷൻ ആണ്. രണ്ട് ഐശ്വര്യ, രണ്ടുപേരും നല്ല ഭംഗിയാ കാണാൻ. ആൾക്കാർ ക്ലബ് FM ഒന്ന് കല്ലറി കിട്ടോ. രണ്ട് ഐശ്വര്യ പറഞ്ഞ് ഹാഷ്ടാഗ് ഐശ്വര്യ സ്ക്വയർഡ്. ഓറായി പോവും, എന്നാലും ഇരിക്കട്ടെ. ഒരു മുതല, അതിന്റെ പുറത്ത് ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഐശ്വര്യ ലക്ഷ്മി. എന്റെ ഹാഷ്ടാഗ് മുതല കുഞ്ഞുങ്ങൾക്ക് തീറ്റ കൊടുക്കുന്നു. ലാസ്റ്റ് വൺ ഒരു വാട്ടർ സ്കൂട്ടറില് രൺവീർ സിംഗിന്റെ കൂടെ ചീറിപ്പാഞ്ഞു പോകുന്ന ഐശ്വര്യ. ഹാഷ്ടാഗ് ഡ്രീംസ്.